ഗാന്ധി ജയന്തി ദിനത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ശുചീകരണവുമായി ജനമൈത്രി പോലീസും NSSും കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയും NSS യൂണിറ്റുകളും സംയുക്തമായാണ് ഗാന്ധി ജയന്തി ദിനാചരണം സംഘടിപ്പിച്ചത്. രാവിലെ പോലീസ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച റാലി കൊടുങ്ങല്ലൂർ SHO BK അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഴീക്കോട് മുനക്കൽ ബീച്ചിൽ നടന്ന ശുചീകരണ പ്രവർത്തനം ET ഡൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. DYSP VK രാജു അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK രാജൻ മുഖ്യാതിഥിയായിരുന്നു. SHO BK അരുൺ, NSS ക്ലസ്റ്റർ കോർഡിനേറ്റർ ER രേഖ, പ്രോഗ്രാം ഓഫീസർമാരായ KH ബിന്നി, AA തോമസ്, മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ KJ ശ്രീജിത്ത്, ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതി അംഗം KP സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. KKTM GHSSലെ NSS യൂണിറ്റ് ഒരുക്കിയ ലഹരിക്കെതിരെയുള്ള സെൽഫി പോയിന്റും ക്ലിക്ക് ഓഫും MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ബീച്ചിന്റെ ഫസ്റ്റ് ഡിസംബർ 20-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 12 ദിവസം അതിഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അത് ഇതിനോടൊപ്പം അറിയിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടുകാർക്ക് ഇത്ര സുഖകരമായി വന്ന് പോകാൻ കഴിയുന്ന മറ്റൊരു ബീച്ച് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 10-60 ഏക്കറോളം വിശാലതയുള്ള ബീച്ചാണ്. ഇവിടെ ഇന്നും നമ്മുടെ ജനമൈത്രി പോലീസ് ഇതുപോലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം, ഗാന്ധിയുടെ ഓർമ്മ പുതുക്കൽ മാത്രമല്ല, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, ഉദ്യോഗസ്ഥ ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സമർപ്പിതമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത്തരം വേദികളെ നമ്മൾ കാണുകയാണ്. നമുക്കങ്ങനെയാണ്, നമ്മൾക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ജനങ്ങളോടാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ബാധ്യതയുള്ളത്, നമുക്ക് ഏതർത്ഥത്തിലും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ട ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ജനങ്ങളാണ്. അതുകൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ തന്നെ ഇത്തരമൊരു പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ CA ഇവിടെ സൂചിപ്പിച്ച പോലെ, അരുൺ ഇവിടെ സൂചിപ്പിച്ച പോലെ നല്ല പ്ലാനിങ്ങോട് കൂടിയാണിത് ഇക്കാര്യം നടക്കുന്നതിൽ സന്തോഷമുണ്ട്. ചിലപ്പോൾ പലപ്പോഴും ഇതൊക്കെ എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂട്ടി അവസാനം അതിൻ്റെ പ്രശ്നം വേറെയാവും. അത് ഉണ്ടാകാതെ ഇതെല്ലാം അത് ഡിസ്പോസ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെല്ലാം നമ്മുടെ പൊതുവായി കുട്ടികളുണ്ടാകുന്ന